Good morning, students. Another question. Consider a linear programming problem. Maximize z is equal to 10x plus 5y. Subject to the constraints 2x plus 3y less than or equal to 120, 2x plus y less than or equal to 60, x, y greater than or equal to 0. Then the coordinates of the corner points of the feasible region. Feasible region the corner points ആണ് പറഞ്ഞിരിക്കുന്നത്. 5 ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യം feasible region വരയ്ക്കും. അതിന് എന്ത് ചെയ്യണം? നമ്മൾ the x-axis, the y-axis, then 20, 40, 60, 20, 40, 60. Point mark ചെയ്തു. ഇനി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ 2x plus 3y equal to 120. Divided by 120 divided by x by 60 plus y by 40 is equal to 1. ഇത് ഇന്റർസെപ്റ്റ് ഫോമില ആണ്. ഇന്റർസെപ്റ്റ് ഫോമില ആകുമ്പോൾ എക്സിന്റെ ഇന്റർസെപ്റ്റ് 60 ആണ്, വൈയുടെ ഇന്റർസെപ്റ്റ് 40 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 60 എന്നുള്ള പോയിന്റ്, ഇവിടെ 40 എന്നുള്ള പോയിന്റ്, ഈ പോയിന്റ് യോജിപ്പിക്കാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടുന്ന ഇക്വേഷൻ പറയുന്നതാണ് 2x plus 3y is equal to 120. ഇനി അടുത്ത ലൈൻ ഏതാണ്? 2x plus y equal to 60. 60 ഹരിച്ച് ചെയ്യുമ്പോൾ x by 30 plus y by 60 is equal to 1. ഇതും ഇന്റർസെപ്റ്റ് ഫോമിലാണ്. അപ്പോ എക്സിന്റെ പോയിന്റ് ഇവിടെ 30, then 60, ഇവിടെ പോയിന്റ് 60, ഈ ലൈനിൽ ഈ ലൈനിന്റെ പേര് എന്താണ്? 2x plus y is equal to 60. ഇനി നമ്മൾ 2x plus 3y എന്നുള്ളത് ലെസ് ദാൻ ആണ്, ലെസ് ദാൻ ഇക്വൽ ടു 120 ആണ്. അതുപോലെ 2x plus y ലെസ് ദാൻ ഇക്വൽ ടു 60 ആണ്, x y ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഈ feasible region എന്ന് പറയുന്നത് of ആദ്യ feasible region. ഓക്കെ, ഈ പോയിന്റ് ഇത് O എന്ന പോയിന്റ്, O എന്ന പോയിന്റ് എന്തായിരിക്കും? 0 0. ഇനി അടുത്ത പോയിന്റ് B, B എന്ന പോയിന്റ് എന്തായിരിക്കും? 30 0. ഇനി ഇവിടെ OBC, C എന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കണം. D എന്നുള്ള പോയിന്റ് എത്രയാണ്? 0 4. അപ്പൊ C എന്ന പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് 2x plus 3y is equal to 120. Our 2x plus y is equal to 60. The കുറച്ച് കഴിയുമ്പോൾ 2y is equal to 60, y is equal to 30. ഇനി therefore x എത്രയായിരിക്കും? 2x is equal to 60 minus 30, y is equal to 30, x is equal to 50. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 50 30 ആണ്. അപ്പോൾ നമുക്ക് പോയിന്റ്സ് ഏതൊക്കെ കിട്ടി? 0 0 ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ഏതാണ്? 30 0, അടുത്ത പോയിന്റ് ഏതാണ്? 15 30, അടുത്ത പോയിന്റ് ഏതാണ്? 0 4. അപ്പൊ ഈ പോയിന്റ് ഉള്ളത് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 15 30 എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ 15 30 ഇല്ല. 15 30 ഉള്ളത് ആയിട്ട് 3 ഇത്രേ ഉള്ളൂ. അതിൽ നോക്കാം 0 0 30 0 0 40 15 30 ഉള്ളത് ഏതാണ്? ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഫീസിബിൾ റീജിയൻ വരച്ചതിന് ശേഷം ആ ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാം, ആ കോർണർ പോയിന്റ് കണ്ടുപിടിക്കാം. ഈ ഒരു പോയിന്റ് മാത്രമേ നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആക്സിസ് നമുക്ക് കിട്ടും. അപ്പൊ 4 പോയിന്റ്സ് 0 0 30 0 50 30 ആൻഡ് 0 4. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. Is equal to 1 2 3 4 5, and let B is equal to 1 2 3 4. If the relation R from A to B is given by AB belongs to R if and only if A plus B is given, then N of R options are again A 10, B 16, C 20, A 12, E 6.
ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് റിലേഷൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? R from A to B. AB belongs to R if and only if A plus B is. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ A ന്റെ സെറ്റിൽ നിന്ന് ഓഡിലേക്ക് മാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈവൻ നമ്പർ. ഈവനിലേക്ക് മാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈവൻ നമ്പർ. A plus B is equal. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യാം? A എന്ന സെറ്റിലെ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? A എന്ന സെറ്റിലെ ഓഡ് നമ്പേഴ്സ് 1, 3, 5. B എന്ന സെറ്റിലെ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? B എന്ന സെറ്റിലെ ഓഡ് നമ്പേഴ്സ് 1, 3. അപ്പോൾ ഇത് ഓർഡർ A എന്ന സെറ്റിലെ ഓർഡർ നമ്പേഴ്സ് ആണ്, B എന്ന സെറ്റിലെ ഓർഡർ നമ്പേഴ്സ് ആണ്. നമ്പർ ഓഫ് റിലേഷൻസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് റിലേഷൻസ് PQ. Therefore 3 into 2, therefore 6. ഇനി നമുക്ക് ഈവൻ നമ്പർ എടുക്കാം. A എന്ന സെറ്റിലെ ഈവൻ നമ്പർ ഏതൊക്കെയാണ്? 2 ഉം 4. B എന്ന സെറ്റിലെ ഈവൻ നമ്പർ ഏതൊക്കെയാണ്? B എന്ന സെറ്റിലെ A എന്ന സെറ്റിലെ ഈവൻ നമ്പർ 2, 4. B എന്ന സെറ്റിലെ ഈവൻ നമ്പർ 2, 4. അപ്പൊ നമ്പർ ഓഫ് റിലേഷൻസ് എത്രയാണ്? 2 into 2, that is equal. Total relation, therefore relation of R എന്ന് പറഞ്ഞത് 6 plus 4. Therefore that is 10. 10 എന്നുള്ള ആൻസർ ഉള്ളതൊക്കെ ഓപ്ഷൻ A is the correct answer. ഓപ്ഷൻ A ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ ഓഡിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് A B എന്നുള്ള ഓർഡർ വരുന്നുണ്ട്. കാരണം A plus B is given. ഈവനിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ അപ്പോഴും A plus B is given ആണ്. Therefore നമുക്ക് A B belongs to R. അപ്പൊ അങ്ങനെയുള്ള A എന്ന സെറ്റിലെ ഓഡ് നമ്പേഴ്സ് എടുക്കുന്നു, B എന്ന സെറ്റിലെ ഓഡ് നമ്പേഴ്സ് എടുക്കുന്നു. ഓഡിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ 3 നമുക്ക് ഇതിലെ നമ്പർ ഓഫ് റിലേഷൻസ് 6 ആണ്. അതിന് A യിലെ ഈവൻ നമ്പർ എടുക്കുന്നു, B യിലെ ഈവൻ നമ്പർ എടുക്കുന്നു. നമ്പർ ഓഫ് റിലേഷൻസ് എത്രയാണ്? 4 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് എത്രയാണ്? 10 റിലേഷൻസ് ആണ് നമുക്ക് ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. Question number 30. Let A X belongs to such that -1 less than equal to X less than 4, and let B X belongs to such 0 less than X by 2 less than 3. Then A intersection B എത്രയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ A 1, 2, 3, B 2, 3, C 1, 2, 3, 4, D 2, 3, 4, E 0, 1, 2. ഇതിലേതാണ്? ഏത് ഓപ്ഷനാണ് കറക്റ്റ് നോക്കാം. ഇവിടെ A എന്നുള്ള സെറ്റ് X such that X belongs to Z -1 less than equal to X less than 4. ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അതിന്റെ റോസ്റ്റർ ഫോമിലോട്ട് എഴുതുമ്പോൾ ഇതിലെ അംഗങ്ങൾ ഏതൊക്കെയായിരിക്കും? -1 വരും, 0 വരും, Z ഇന്റിജർ ആണ് 0 വരും, 1 വരും, 2 വരും, 3 വരും, 4 വരില്ലല്ലോ. കാരണം -1 less than equal to X less than 4 ആണ്. അപ്പം -1, 0, 1, 3. ഇനി Bയിലെ അംഗങ്ങൾ കിട്ടണം. Bയിലെ അംഗങ്ങൾ കിട്ടാനായിട്ട് 0 less than X by 2 less than equal to 3 ആണ്. 2 കൊണ്ട് ഗുണിച്ചാൽ 0 less than X less than equal to 6 വരും. അപ്പൊ നമുക്ക് Bയിലെ അംഗങ്ങൾ 0 വരുന്നില്ല. 0 less than X ആണ്. അപ്പോൾ 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും. അപ്പൊ Bയിലെ അംഗങ്ങൾ നമുക്ക് കിട്ടുന്നത് 1, 2, 3, 4, 5, 6 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A intersection B ആണ് കണ്ടുപിടിക്കേണ്ടത്. We have to find out A intersection B. A intersection B എന്ന് പറഞ്ഞാൽ എന്താണ്? A യും B യും കോമൺ ആയിട്ടുള്ള എലിമെന്റ് ഏതൊക്കെയാണ്? 1, 2, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. Therefore common ആയിട്ടുള്ള എലിമെന്റ് 1, 2, 3 ആണ്. Therefore A intersection B യുടെ ആൻസർ 1, 2, 3 ആണ്. ഓപ്ഷൻ A is the correct answer. ഓപ്ഷൻ A ആണ്. നോട്ട് ചെയ്തിട്ടുള്ളൂ.